എടാ ഇത് ആ റോള് മമ്മൂട്ടി തന്നെ ചെയ്യണം. അപ്പം മമ്മൂക്ക എന്താണ് പുള്ളി നമ്മളെ കയ്യിൽ ഒതുങ്ങുമോ? ഞാൻ പറഞ്ഞു നമ്മൾ പോയി ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ ഞാൻ ഏകദേശമൊന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞു ശ്രീനി കീഴ്വഴക്കമനുസരിച്ച് ആ കഥയൊന്ന് പറയും. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു കീഴ്വഴക്കമനുസരിച്ച് ആ കഥ പറയണ്ട. ഞാൻ ചോദിച്ചാൽ എന്താ? എനിക്ക് വിശ്വാസമാണ്, അതുമല്ല ഇങ്ങനെ എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, കഥ പറഞ്ഞ് നിങ്ങൾ സമയം കളയണ്ട, എനിക്ക് അതിനുള്ള സമയവുമില്ല, നിങ്ങൾ ഡേറ്റ് പറ, ഏത് സമയം. ഞാൻ പറഞ്ഞു അതിന് മുമ്പ് വേറൊരു കാര്യം, അത് കീഴ്വഴക്കം അല്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങളുടെ റെമ്യൂണറേഷൻ പറയണം. മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് താങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഇന്ന് അറിയണം, ഞങ്ങൾ പ്രൊഡ്യൂസർമാരാകുമോ ഇല്ലയോ എന്നുള്ളത്. എത്ര ആണെങ്കിലും പറഞ്ഞോളൂ, നിങ്ങളുടെ ഒരു ഫുൾ ലെങ്ത് ഹീറോ റോളല്ല, ബാർബർ ബാലനാണ് ഇതിനകത്ത് മെയിൻ റോള്, ഒരുപാട് ദിവസങ്ങൾ വേണ്ടത്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള റോളാണ് സൂപ്പർ സ്റ്റാർ. ആ സൂപ്പർ സ്റ്റാറിൻ്റെ റോള് 5 ദിവസമോ 6 ദിവസമോ മാക്സിമം 5 ദിവസം കൊണ്ട് തീർക്കാം. ആ 5 ദിവസത്തേക്ക് ഞങ്ങൾ എന്ത് തരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ റൈറ്റ്സ് തരണം, അതൊക്കെ നമുക്ക് ഈ റൈറ്റുകളുണ്ട്, ഗൾഫ് റൈറ്റ് മറ്റേ റൈറ്റ് എന്നൊക്കെ അതെല്ലാം ഹീറോസിനുള്ളതാണ്. അപ്പം ആ റൈറ്റ് തരണം, ഇപ്പോൾ എത്ര അഡ്വാൻസ് തരണം, ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും നോക്കിയിട്ട് പറഞ്ഞു നിർബന്ധമാണ്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് പാളി നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളെക്കാട്ടി രണ്ടുപേരെ കാട്ടി ടെൻഷനായിട്ട് വൈഫ് നിൽക്കുകയാണ്, മമ്മൂക്കയുടെ വൈഫ് ഭാവി ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ഇതൊക്കെ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മമ്മൂക്ക എഴുന്നേറ്റിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തോളി പിടിച്ചിട്ട് പറഞ്ഞു, ഈ പടം ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നു. ഞാൻ പറഞ്ഞു അല്ല, ജീവൻ മരണ പോരാട്ടമാണ്, 2 പ്രൊഡ്യൂസർമാരെ മുളയിലേ നുള്ളുമോ ഇല്ലയോ ഇപ്പം അറിയണം, പറഞ്ഞേ പറ്റത്തുള്ളൂ. എടാ നിങ്ങൾ രണ്ടുപേരും ഞാൻ കാശ് മേടിക്കാനെടാ, എന്നാൽ പിന്നെ ഞാനെന്താടാ, ഞാൻ എത്ര കൊല്ലമായിട്ട് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്, അതൊന്നുമില്ല, എൻ്റെ ഈ 5 ദിവസം ഫ്രീ ഡേറ്റ് പറഞ്ഞാൽ മതി. ഞങ്ങളെ രണ്ടുപേരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മമ്മൂക്കയുടെ വൈഫ് ബാക്കിൽ കൂടെ വന്ന് മമ്മൂക്കയെ കെട്ടിപ്പിടിക്കുന്നു. അവർ ടെൻഷനിലായിരുന്നു. വലിയ റേറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമ ഇട്ട് പറ്റത്തില്ല, ഞങ്ങൾക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഒരു വിഷമം, ആ ഒരു അത് പിന്നെ അഭിമുഖീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ടെൻഷനിൽ നിൽക്കുകയായിരുന്നു. കെട്ടിപ്പിടിച്ചിട്ട് ചക നന്നായി ആ ഒരു വലിയ കഥ പറയുമ്പോൾ സിനിമയേക്കാൾ ഇമോഷണലായ ഒരു ഫാമിലി ഒരു മൊമെൻ്റ് ആയിരുന്നത്.